ശ്രീരജനി വാഹനത്തിന്റെ തൊട്ട് പിന്നിലായി കടന്നു വരികയാണ്. മണ്ഡലയാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ. മണ്ഡലയാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ. LDF-ന്റെ അഭിവാദ്യങ്ങൾ. വീര ശ്രീനിജ. ഈ നാടിന് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ നടപ്പിലാക്കിയതിന് ശേഷമാണ് ഈ വികസന മുന്നേറ്റ യാത്രയുമായി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. നമുക്കറിയാം 2021 മുമ്പ് നമ്മുടെ നിയോജകമണ്ഡലം എങ്ങനെയായിരുന്നുവെന്നും 2021 ശേഷം എങ്ങനെയായിരുന്നുവെന്നും നമ്മൾ ആലോചിക്കണം. ആ ഓർമ്മപ്പെടുത്തലായിരിക്കണം 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ നമുക്ക് വെക്കാനുള്ളത്. കിഴക്കമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ച് കിഴക്കമ്പലം പഞ്ചായത്ത് കൂടി സഹകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ അധികമായിട്ട് നമുക്ക് ഇവിടെ ചെലവഴിക്കാൻ കഴിയുമായിരുന്നു. നമുക്കറിയാം, ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഗവൺമെന്റുമായിട്ടോ MLAയുമായിട്ടോ സഹകരിക്കാൻ തയ്യാറാകാത്ത ഒരു പഞ്ചായത്താണ്. എന്നിരുന്നിട്ട് കൂടി ഇപ്പൊ നവകേരള സദസ്സിന്റെ 7 കോടി ഈ മണ്ഡലത്തിൽ അനുവദിച്ചപ്പോ 3.5 കോടി അനുവദിക്കപ്പെട്ടത് കിഴക്കമ്പലം പഞ്ചായത്തിന്. കടമ്പ്രയാർ ടൂറിസത്തിന് വേണ്ടി 3.5 കോടി രൂപ അനുവദിക്കുകയും അത് കൂടാതെ 1 കോടി രൂപ അധികമായി അനുവദിച്ച് ഏകദേശം 4.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കടമ്പ്രയാർ മാത്രം നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നെല്ലാട് കിഴക്കമ്പലം റോഡിന്റെ സ്ഥിതി ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്തായിരുന്നു നെല്ലാട് കിഴക്കമ്പലം റോഡിന്റെ സ്ഥിതി? വലിയ കുഴികളായി, വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ചെണ്ടും ചെളിയുമായി കിടന്നിരുന്ന ഒരു പ്രദേശം. കിഴക്കമ്പലത്ത് നിന്ന് നിങ്ങൾക്ക് നെല്ലാട് എത്തണമെങ്കിൽ 1.5 മണിക്കൂർ അധികം യാത്ര ചെയ്യണമായിരുന്നു. ഇന്ന് നമ്മളാരും പറയണ്ട, നിങ്ങൾ മൂവാറ്റുപുഴ വന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് മൂവാറ്റുപുഴയ്ക്ക് പോകണമെങ്കിൽ വെറുതെ ഗൂഗിൾ ചെയ്യുക. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഗൂഗിള് പോലും കാണിച്ചു തരുന്ന വഴി എന്ന് പറയുന്നത് കിഴക്കമ്പലം നെല്ലാട് റോഡാണെന്ന് വളരെ അഭിമാനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്ര മനോഹരമായിട്ട് BMBC നിലവാരത്തിൽ ശരിയായിരിക്കുന്ന റോഡ്. ആ റോഡ് ഒന്ന് മാത്രം മതി. 2021 മുമ്പും 2020 ശേഷവും എന്താണ് ഈ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു നേർക്കാഴ്ച നമുക്ക് തരും. മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ്, ആ റോഡിന്റെ സ്ഥിതി എന്തായിരുന്നു?
നിങ്ങൾക്ക് ഒരുപക്ഷെ ആ റോഡിന്റെ ദയനീയ സ്ഥിതി അറിയില്ല. ആ പ്രദേശത്തുള്ള സ്കൂള് ഗാർഡിയൻ ഏഞ്ചൽ സ്കൂള് ഏകദേശം 2000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഞാൻ 2021 MLA ആയതിനു ശേഷം ഒരു വർഷം നിങ്ങൾക്കറിയാം കോവിഡുമായിട്ട് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കാതെ ഒരു വർഷമാണ് കടന്നുപോയത്. ആ കുട്ടികൾ ആകെ എൻ്റെ അടുത്ത് പറഞ്ഞത്, അങ്കിളെ ഞങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ സ്കൂളിൽ ചെളിയിൽ ചവിട്ടിയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്, അങ്കിൾ ആ റോഡൊന്ന്, എൻ്റെ മക്കളുടെ പ്രായവും, ഞങ്ങൾ അങ്കിൾ ആ റോഡൊന്ന് നന്നാക്കി തരണം. ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസിനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തിന്റെ അടുത്ത് മണ്ഡലത്തിൽ വരണമെന്ന് അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥനയെ തുടർന്ന് അദ്ദേഹം മണ്ഡലം സന്ദർശിച്ചു, നെല്ലാട് കിഴക്കമ്പലം റോഡ് സന്ദർശിച്ചു, മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് സന്ദർശിച്ചു. അതിനുശേഷം രണ്ടാമത്തെ റോഡ് കൂടി. എന്തായിരുന്നു ചൂണ്ടി രാമമംഗലം റോഡിന്റെ അവസ്ഥ 2021 മുമ്പ്? ഞാൻ PWD റോഡുകൾ ആദ്യം പറയാട്ടോ. നിങ്ങൾ റോഡുകൾ മാത്രമല്ല, ഇത് നീണ്ട നിര തന്നെയുണ്ട്. എനിക്ക് ചൂണ്ടി രാമമംഗലം റോഡ് വർഷങ്ങൾക്ക് മുമ്പ് മെയിൻ്റനൻസ് നടത്തിയ റോഡ് നമ്മൾ തുക അനുവദിച്ചു. തുക അനുവദിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടുത്തെ പാർട്ടി സഖാക്കൾ പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞു, ആ റോഡ് ഇപ്പം നന്നാക്കരുത്. എനിക്ക് അത്ഭുതമായി. കാരണം ഒരു റോഡിന് ഫണ്ട് വെച്ചിട്ട് എന്തുകൊണ്ടാണ് നന്നാക്കരുതെന്ന് പറഞ്ഞത്. അവർ പറഞ്ഞു 40 വർഷമായിട്ട് പഴക്കമുള്ള പൈപ്പുകൾ പോകുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തു കൂടി വലിയ വാഹനങ്ങൾ, ട്രക്കുകളാണ് സഞ്ചരിക്കുന്നത്. റോഡ് ഇപ്പം നന്നാക്കി കഴിഞ്ഞാൽ ഉടനടി ആ പഴയ പൈപ്പുകൾ പൊട്ടും. നമ്മൾ റോഡ് നന്നാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ എന്താണ് പരിഹാരം? ആ പൈപ്പുകൾ അത്രയും ഏതാണ്ട് 6 കിലോമീറ്റർ ഉള്ള പൈപ്പുകൾ മുഴുവൻ മാറ്റണം. എസ്റ്റിമേറ്റ് എടുത്തു, ഏകദേശം 4.5 കോടി രൂപ. ആ പൈപ്പുകൾ മുഴുവൻ മാറ്റാൻ വേണ്ടി നമ്മൾ തുക അനുവദിച്ചു. റോഡ് റെസ്റ്റോറേഷൻ നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ BMTC നിലവാരത്തിൽ. നേരത്തെ ചൂണ്ടിയിൽ നിന്ന് രാമമംഗലം എത്താന്ന് പറയുന്നത് ഒരു പ്രയാസകരമായ ഓഫ് റോഡ് നമുക്ക് അനുഭവമായിരുന്നു. ഇപ്പോ പരമാവധി 10 മിനിറ്റ്. ഇപ്പൊ 3 റോഡുകൾ. ചിത്രപ്പുഴ പോഞ്ഞാശ്ശേരി റോഡ്, ഈ റോഡ് അത് ഈ മണ്ഡലത്തിലെ എല്ലാ റോഡിലും BMTC ആയെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയും. പക്ഷെ നമ്മുടെ ഈ മുന്നിലുള്ള റോഡ് മാത്രം. എന്റെ HOC ചിത്രപ്പുഴ മുതൽ HOC വരെ 25 കോടി 4 വരിപ്പാതാകാൻ പോവുകയാണ്. അതിന്റെ ഡിസൈൻ വർക്കുകൾ ആരംഭിച്ചു, അതിന്റെ സർവേ നടപടികൾ ആരംഭിച്ചു. HOC മുതൽ പള്ളിക്കര വരെ 12.5 കോടി രൂപ അനുവദിച്ചു. ഇപ്പോൾ BM വർക്കുകൾ പൂർത്തീകരിച്ചു. എന്റെ ഈ ഭാഗം നടക്കാതെ പോയത്? ഇവിടെയുള്ള എന്റെ കേൾക്കുന്ന നല്ലവരായിട്ടുള്ള 2020 പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പ്രിയപ്പെട്ട ജനങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യമായി. ഈ വർക്കിന് 2021 തന്നെ ഭരണാനുമതി കിട്ടിയതാണ്. അന്നൊരു കോൺട്രാക്ടർ ഈ വർക്ക് എടുത്തു. ഒരു വർഷം കോവിഡാണ്, നമുക്ക് മനസ്സിലാക്കാം. അന്ന് വർക്കുകളൊന്നും നടന്നില്ല. പക്ഷെ അയാള് തവണയും കൊടുത്തു. 7ാമത്തെ തവണയും അപേക്ഷയുമായി വന്നപ്പോ, കാരണം ഈ വർക്ക് നെല്ലാട് കിഴക്കമ്പലം റോഡ് നന്നായി കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ മുന്നിൽ സർക്കാരിന്റെയും MLAയുടെയും പ്രതിച്ഛായ നന്നാകുമെന്നുള്ള ഒരു തോന്നല് മുതലാളിക്ക് വേണ്ടി. അങ്ങനെ പ്രതിച്ഛായ വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ക്ഷീണമാവുന്നുള്ളത് കൊണ്ട് ആദ്യം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലുള്ള ഭാഗം മാത്രം പെട്ടെന്ന് വർക്ക് ചെയ്തു. അതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അദ്ദേഹത്തിന്റെ വീടിലുള്ള ഭാഗം ഇപ്പോഴും വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് റോഡ് പണി ചെയ്യാൻ ഈ കോൺട്രാക്ടർ എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, വിജയ് കൺസ്ട്രക്ഷൻ. വിജയ് കൺസ്ട്രക്ഷൻ ആരാ? കിഴക്കമ്പലം പഞ്ചായത്തിലെ 99% വർക്ക് ചെയ്യുന്നത് വിജയ് കൺസ്ട്രക്ഷൻ ആണ്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിനാമി. 7ാം തവണയും കമ്മിറ്റിയുടെ മുൻപാകെ ഈ വർക്കിന് എക്സ്റ്റൻഷൻ വേണമെന്ന് പറഞ്ഞ അപേക്ഷ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു നിലപാടെടുത്തു. ഇല്ല, ഇനി എക്സ്റ്റൻഷൻ കൊടുക്കണ്ട. കാരണം ഇത് റോഡ് പണിയുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഇവിടത്തെ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ
അയാളെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഒഴിവാക്കാൻ തീരുമാനിച്ചു. എന്താ റിസ്ക് ആൻഡ് കോസ്റ്റ്? 2021 തുക അനുവദിച്ച ആ വർക്ക് 2024 തുക അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ കോൺട്രാക്ടർ കൊടുക്കുമ്പോൾ ഈ 3 വർഷത്തേക്ക് വന്ന അധിക തുക, കാരണം പ്രൈസിൽ വലിയ വ്യത്യാസം വരും, മെറ്റീരിയൽസിന്റെ വില കൂടും. അപ്പൊ പുതിയ കോൺട്രാക്ട് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർക്കിന് അന്ന് കൊടുത്തതിനേക്കാൾ അധിക തുക കൊടുക്കേണ്ടി വരും. അതാരാ കൊടുക്കേണ്ടത്? പഴയ കോൺട്രാക്ടർ ആയിട്ടുള്ള വിജയ് കൺസ്ട്രക്ഷൻ. വിജയ് കൺസ്ട്രക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ മുതലാളി കൊടുക്കുന്നതിന് തുല്യം. സ്വാഭാവികമായിട്ടും നഷ്ടം വരുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ കോടതിയിൽ പോയി. എത്ര പ്രാവശ്യം കോടതിയിൽ പോയി? 5 or 6 തവണ കോടതിയിൽ പോയി നിരന്തരമായിട്ട് ഈ വർക്ക് തടസ്സപ്പെടുത്തും. അങ്ങനെ അവസാനം നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു ഈ വർക്ക് പുതിയ കോൺട്രാക്ടർക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു. അതിന് അംഗീകാരം കിട്ടി. വർക്ക് തുടങ്ങാൻ കോൺട്രാക്ടർ റെഡി ആയിട്ട് വന്നപ്പോ ഇവർ വീണ്ടും കോടതിയിൽ പോയി. പല പ്രാവശ്യം കോടതി പോലും പല പ്രാവശ്യം ഇതിന്റെ യാഥാർത്ഥ്യം കോടതിക്ക് അറിയില്ലല്ലോ. അവരെ സംബന്ധിച്ച് ഈ പേപ്പറിലുള്ള ഭാഗം മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും കോടതി അങ്ങനെ പരിഗണിക്കണമെന്നില്ല. ഇപ്പൊ പലതവണ കോടതിയിൽ കേസ് വരും. ഇയാള് പല അവധികൾ പറഞ്ഞ് വർക്ക് നീട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ആ കോൺട്രാക്ടർ, പുതുതായിട്ട് കിട്ടിയ കോൺട്രാക്ടർ ഈ വർക്ക് ചെയ്തിരുന്നെങ്കിൽ, ഈ വർക്ക് കൂടി നമുക്ക് ഈ മണ്ഡലത്തിലെ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും തന്നെ BMDC നിലവാരത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷെ ഒരിക്കലും നടക്കരുത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം. ിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ 2020 ഞങ്ങൾ പിരിച്ചുവിടുമെന്നല്ലേ പറഞ്ഞത്? എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായിട്ടുള്ള 2020 പ്രവർത്തിക്കുന്ന എന്റെ സഹോദരങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ മുതലാളിയെടുത്ത് ചോദിക്കണം, എന്തിന് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തത് BJPയുടെ വാലാകാനല്ല, NDAയുടെ വാലാകാനല്ല, മറിച്ച് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. നിങ്ങൾ ഞങ്ങളോട് വിശ്വാസ വഞ്ചന ചെയ്തിരിക്കുന്നു. ആ വിശ്വാസ വഞ്ചനയിൽ പ്രിയപ്പെട്ട 2020 സുഹൃത്തുക്കളെ, നിങ്ങൾ തിരിച്ചു വരിക. നിങ്ങളോടല്ല ഞങ്ങളുടെ വിരോധം, നിങ്ങളോടല്ല ഞങ്ങളുടെ വിരോധം, മറിച്ച് സാബു ജേക്കബ് മുന്നോട്ട് വെക്കുന്ന വികസനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കച്ചവട താല്പര്യമല്ലാതെ മറ്റൊന്നുമല്ല. എല്ലാം ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരുന്നത്. 2021 ഞാൻ ഇവിടെ MLA ആയിട്ട് വരുമ്പോ ഏകദേശം 1000 കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 541 SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, അതിൽ തന്നെ ഞാൻ ഒരു കാര്യം അഭിമാനത്തോട് കൂടി പറയാം, ഈ വീടുകളൊന്നും വെച്ചു കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി മാത്രമല്ല, കോൺഗ്രസ്സുകാർക്കല്ല, 2020-കാർക്കല്ല, എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളും ഈ വീട് കിട്ടിയ ആളുകളുണ്ട്. ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതങ്ങൾക്കും അതീതമായിട്ട് ഇവിടുത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഈ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. MLA എന്നുള്ള രീതിയിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഈ പാരീത്തുകാവ് വാഴക്കുളത്ത് 8 SC/ST കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു അവരെ ഒഴിപ്പിക്കണം. ഏകദേശം 100 വർഷമായിട്ട് അവർ താമസിക്കുന്ന പ്രദേശമാണ്. പോലീസ് വന്നു, കോടതിയുടെ ഉത്തരവായതുകൊണ്ട് പോലീസ് വരേണ്ടി വന്നു, ഒഴിപ്പിക്കാൻ സർവ്വസന്നാഹമായിട്ട് വന്നു. അന്ന് നമ്മൾ തീരുമാനിച്ചു, LDF തീരുമാനിച്ചു, പാർട്ടി തീരുമാനിച്ചു, ഒരു കാരണവശാലും ആ കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കില്ലെന്ന് നമ്മൾ തീരുമാനിച്ചു. MLA എന്നുള്ളതിൽ ഞാൻ തന്നെ നേതൃത്വം കൊടുത്ത്, അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ആ 8 കുടുംബങ്ങൾ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടേണ്ടി വന്നാൽ. ജനങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തത്. കഴിഞ്ഞ 5 വർഷക്കാലം അത് കൃത്യമായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നമുക്കറിയാം, 2021 LDFന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ നമ്മൾ കൊടുത്ത പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമുണ്ട്. എന്തായിരുന്നു? ഈ മണ്ഡലത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ശാശ്വതമായ ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന്. ഇന്ന് 2026 നിൽക്കുമ്പോ 426 കോടി രൂപയാണ് ഈ മണ്ഡലത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിരിക്കുന്നത്. ഇനി ഈ മണ്ഡലത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പാലങ്ങൾ, ഇപ്പൊ മഞ്ചേരിക്കുഴി പാലം നിങ്ങൾക്കറിയാൻ കഴിയില്ല, പൂത്തർക്ക പഞ്ചായത്ത് 2010 മോനായി MLA ആയിരിക്കുമ്പോ
4 കാല് അതിന്റെ പണി തുടങ്ങി. ആ 4 കാല് നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. മുൻ MLA സജീന്ദ്രൻ വന്നു. 10 വർഷമായിട്ടും 4 കാല് തുടർന്നു. സാധാരണ 4 കാലിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒന്നിനും പാലം എഴുന്നേറ്റ് ഓടും. പാലത്തിന് ബോറടിച്ചു തുടങ്ങി. പാർട്ടി പറഞ്ഞു 2021 തെരഞ്ഞെടുപ്പിൽ MLA ജയിക്കുകയാണെങ്കിൽ ഈ പാലം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾ നോക്ക്, കോരങ്കടവ് പാലം 2023 അവസാനം മന്ത്രി മുഹമ്മദ് റിയാസ് വന്ന് ആ പാലം ഉദ്ഘാടനം ചെയ്തു. കൈയടിക്കാനാണെങ്കിൽ എല്ലാം പറയുമ്പോൾ കൈയടിക്കേണ്ടി വരും. കാരണം അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓരോന്നും പറയണം. അപ്പൊ അബ്ബാസിനെ MLA ഷാളണിയിച്ച് സ്വീകരിക്കും. അത് ചെങ്കൊടി പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് KK കൈമാറുന്നു. ശ്രീധരൻ, അജ്മൽ, അബ്ദുൾ അസീസ്, സലാം PU, സൈനുദ്ദീൻ, ജോയി KK, റെജി. ബൂത്ത് 101 MK രാജൻ, ശ്രീദേവി രാജൻ, KM സെക്കപ്പ്. ബൂത്ത് 102 ടിഞ്ചു, മഹേഷ്, സുരേഷ്, സുമേഷ് വാസു, ദേവിക, സൂര്യ, രാജൻ, KM ഏലിയാസ്, TR രവി. ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് എല്ലാവർക്കും ഒറ്റവാക്കിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത സ്വീകരണ സ്ഥലമായ കനകമലത്തേക്ക് ഈ യാത്ര പുറപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിവിധ അഗതി മന്ദിരങ്ങൾക്ക്, അനാഥാലയങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം കുഴിക്കാട് സ്കൂളിന് കൊടുത്തു. പിന്നെ ദിവസം മദർ കെയർ എന്ന തൊണ്ടിയിലുള്ള ബുദ്ധിമാന്യമുള്ള ആളുകൾ താമസിക്കുന്ന സെന്ററിൽ എത്തിച്ചു കൊടുത്തു. ഇങ്ങനെ ഓരോ ദിവസവും ലഭിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതോടെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അഡ്വക്കേറ്റ് PV ശ്രീനിജൻ ക്യാപ്റ്റനായും CPI കുന്നത്നാട് അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് VK മധു വൈസ് ക്യാപ്റ്റനായും CPM കോലഞ്ചേരി ഏരിയ സെക്രട്ടറി സഖാവ് KK ഇലിയാസ് നഗരവും ഇളക്കി മറിച്ച് ജനഹൃദയങ്ങളിൽ
ജനമനസ്സുകളിൽ ആവേശത്തിന്റെ അലയലികൾ ഉയർത്തിക്കൊണ്ട് ഒട്ടനവധി സഖാക്കളുടെ സുഹൃത്തുക്കളുടെ ഇരുചക്രവാഹനങ്ങളുടെ എല്ലാ വകമ്പടിയോടെ അക്ഷരാർത്ഥത്തിൽ ഈ പാതയോരങ്ങളെ പുളകച്ചാർത്തടയിച്ചുകൊണ്ട് ഓരോ പുൽനാവുകളെയും പുൽക്കൊടികളെയും മണൽക്കറികളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കുന്നത്തുകാടിന്റെ വികസന നായകൻ, കുന്നത്തുകാടിന്റെ പ്രിയങ്കരനായ MLA, കുന്നത്തുകാടിന്റെ യുവ പോരാളി അഡ്വക്കേറ്റ് PV ശ്രീനിജിതായി വാഹനത്തിന്റെ തൊട്ട് പിന്നിലായി ഈ വഴിത്താരയിലൂടെ കടന്നുവരികയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ോടെ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി വഴിപ്പാറയിലൂടെ കടന്നു വരികയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 2000 കോടി രൂപയിലധികം പദ്ധതികൾ കുന്നത്തുനാട് മണ്ഡലങ്ങളുടെ സുഹൃത്തുക്കളുടെ എല്ലാ വകമ്പടിയോടുകൂടി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി കുന്നത്തുനാടിന്റെ പ്രിയങ്കരായ MLA കടന്നു വരികയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കുന്നത്തുനാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ എടുക്കാം. രണ്ട് വണ്ടിയൊക്കെ ായി കടന്നു വരികയാണ്. വികസന പ്രവർത്തനങ്ങൾ തുടരുവാൻ, ക്ഷേമ പദ്ധതികൾ മുടങ്ങാതിരിക്കാൻ, കലാപമില്ലാത്ത വർഗീയ ലഹളകളില്ലാത്ത കേരളമാകുവാൻ ഇടതുപക്ഷമെന്ന ഹൃദയപക്ഷത്തെ നെഞ്ചേറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് LDF സംഘടിപ്പിച്ചിട്ടുള്ള വികസന മുന്നേറ്റ ജാഥ ശ്രീ ജോസ് കെ മാണിയം വിനയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ഈ വരുന്ന 11-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് കോലഞ്ചേരിയിൽ എത്തിച്ചേരുമ്പോൾ കോലഞ്ചേരി നൽകുന്ന ഉജ്ജ്വലമായ സ്വീകരണ സമ്മേളനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കുന്നത്തുനാട് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി ജനമനസ്സുകൾ എത്തിച്ചുകൊണ്ട് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് കുന്നത്തുനാടിന്റെ ജനകീയനായ MLA, കുന്നത്തുനാടിന്റെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് PV ശ്രീനിജിതായി വാഹനത്തിന്റെ തൊട്ട് പിന്നിലായി ഒട്ടനവധി വാഹനങ്ങളുടെ സഖാക്കളുടെ സുഹൃത്തുക്കളുടെ എല്ലാം അകമ്പടിയോടുകൂടി PV ശ്രീനിജിത ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നിലായി ഈ ഒട്ടനവധി പിന്നിലായി കടന്നു വരികയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം 2000-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കുന്നത്തുനാട്ടിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി പങ്കുവെച്ച് ജനങ്ങളുമായി സംഘടിച്ചുകൊണ്ട് കുന്നത്തുനാടിന്റെ പ്രിയങ്കരനായ കുന്നത്തുനാടിന്റെ ജനകീയനായ അവരെഴുന്നേറ്റ് മാറി നിൽക്കുന്ന MLA വരുമ്പോ ആലോചിച്ച് നോക്കണം, എന്ത് വികസനമാണ് അവരോട് നടത്തിയിരിക്കുന്നത്, ഏത് തരത്തിലാണ് അവർ മുന്നോട്ട് പോയത്. ഈ കുന്നത്തുനാടിന്റെ വികസനത്തിന് വികസന പ്രവർത്തനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു MLA. ഇതിന് മുമ്പുണ്ടായിരുന്നത് നമുക്കൊരു MLA എവിടെയായിരുന്നു? VP സജീന്ദ്രൻ എന്ന് പറയുന്ന ഒരു MLA ഉണ്ടായിരുന്നല്ലോ. നിറസാന്നിധ്യമായ കുന്നത്തുനാടിന്റെ വികസനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു MLA ആണ് നമുക്ക്. ഇതിലായാലും പലതരത്തിലുള്ള സ്ഥാപനങ്ങളിലായാലും വികസനം കൊണ്ടെത്തിച്ചുകൊണ്ട് ഈ കുന്നത്തുനാടിനെ ഏറ്റവും നല്ല രീതിയിൽ വികസനത്തിന്റെ അത്യുന്നതത്തിലേക്ക് എത്തിക്കാൻ MLAക്ക് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. MLA പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നാട്ടിലെ ഈ വരുന്ന 11-ാം തീയതി വികസന മുന്നേറ്റ ജാഥയുമായിട്ട്
ശ്രീ ജോസ് കെ മാണി നമ്മുടെ മണ്ഡലത്തിൽ വരുമ്പോൾ നമുക്ക് പറയാൻ 2000 കോടിയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയും. കിഴക്കമ്പലം ടൗണിൽ നിന്ന് വികസനത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ അഭിമാനവും സന്തോഷവുമാണ്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സര രംഗത്ത് വരുമ്പോൾ അന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുതലാളി നമുക്ക് കൽപ്പിച്ചു നൽകിയത് 3ാം സ്ഥാനമായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് കുന്നത്ത് നാട്ടിലെ ജനങ്ങൾ നൽകിയത് 1ാം സ്ഥാനമായിരുന്നു എന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുക. കുന്നത്ത് നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരറിയാൻ 1-2 കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. ഈ കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ് 2020 ഇവിടുത്തെ 2020 ഭരണസമിതി പദ്ധതി വെക്കുകയും ഒരു പദ്ധതി വെച്ചു കഴിഞ്ഞാൽ നമുക്കത് സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയും. കേവലം 6 മാസത്തേക്കാണ് ആ പദ്ധതി വെച്ചിരുന്നത്. അതിന്റെ എഗ്രിമെന്റ് എടുത്തതാരാ? മുതലാളിയുടെ സ്വന്തം ബിനാമി കോൺട്രാക്ടർമാർ. ഈ 2025 ഏകദേശം 6 വർഷമായിട്ടും ഇത് പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 21 തവണയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ ഇവരുടെ മുതലാളിയുടെ ബിനാമി കോൺട്രാക്ടർക്ക് ഈ കരാർ നീട്ടി നൽകിയത്. പഞ്ചായത്തിലെ എയും സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ ഈ കരാർ നീട്ടി നൽകണമെങ്കിൽ പഞ്ചായത്തിന് അർഹമായിട്ടുള്ള കോമ്പൻസേഷൻ കരാറിൽ പറഞ്ഞിരിക്കുന്ന കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര കമ്മിറ്റി വിളിച്ചു. മുതലാളി പറഞ്ഞു, ഒരു കാരണവശാലും കോൺട്രാക്ടർ അടുത്തുനിന്ന് കോമ്പൻസേഷൻ മേടിക്കാൻ പാടില്ല. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ശിവ ടീച്ചറോട് കൂടി മത്സരിച്ച് ദയനീയമായിട്ട് തോറ്റുപോയ ആ പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തര കമ്മിറ്റി വിളിച്ചു. എന്താ തീരുമാനിച്ചത്? കരാർ നീട്ടി നൽകാനും എന്നാൽ കോൺട്രാക്ടറുടെ അടുത്തുനിന്ന് കരാറുകാരന്റെ അടുത്തുനിന്ന് 1 രൂപ പോലും മേടിക്കേണ്ട എന്ന് ഈ ഭരണസമിതി തീരുമാനമെടുത്തില്ല. ഇപ്പോഴും ഈ ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി എന്താ? ഇവിടെ പാർട്ടി ഡിവൈഎഫ്ഐ ജനങ്ങളുടെ പരാതി കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജനകീയമായിട്ട് തുറന്നു കൊടുക്കേണ്ട സ്ഥിതി വന്നില്ലേ? അവിടെ ബസ് സ്റ്റാൻഡ് സഖാവ് അനിൽകുമാറും സഖാവ് വിജയും സഖാവ് ജോസും സഖാവ് ബിജുവും അടക്കമുള്ള ആളുകള് ജനങ്ങൾക്ക് വേണ്ടി ഈ ബസ് സ്റ്റാൻഡ് വന്ന് ഇവിടെ സൈഡിൽ നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ഒന്ന് ആലോചിച്ച് നോക്കാം. ആളുകൾക്ക് വേണ്ടി പണിതാണ്, ജനകീയമായിട്ട് നമ്മൾ പണിത് കൊടുത്താണ്. MLA ഫണ്ട് വെച്ച് പുതിയ ബസ് സ്റ്റാൻഡ് ഇവിടെ വരും. MLAയുടെ പേര് കാണും. മുതലാളിക്ക് രാവിലെ വൈകിട്ട് അങ്ങോട്ട് പോകുമ്പോ അഡ്വക്കേറ്റ് PV ശ്രീനിജന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ബസ് സ്റ്റാൻഡിന് ഞങ്ങൾ എഴുതി വെക്കും. ബസ് സ്റ്റാൻഡിൽ ഒരു ജനങ്ങളെ എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്? അംഗൻവാടി വർക്കേഴ്സിന്റെ ഹെൽപ്പേഴ്സിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൽ, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നിയമനം നടന്നല്ലോ. എന്തുകൊണ്ടാണ് മുതലാളി ഭരിക്കുന്ന എല്ലാ സ്ഥലത്തും അംഗൻവാടി വർക്കേഴ്സിന്റെ ഹെൽപ്പേഴ്സിന്റെ നിയമനം നടന്നു? കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന മുതലാളി തെലങ്കാനയിലേക്ക് പോയ മുതലാളി സ്വന്തം പഞ്ചായത്തിലുള്ള അംഗൻവാടി വർക്കേഴ്സിന്റെയും ഹെൽപ്പേഴ്സിന്റെ നിയമനത്തിൽ എടുത്ത നിലപാടെന്താ? എന്നോടുള്ള വിരോധം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാനിതൊക്കെ പച്ചനെ വിളിച്ചു പറഞ്ഞു. എനിക്കൊരു മുതലാളിയുടെ ഉപസ്ഥാനം വേണ്ട, അച്ചാരം വേണ്ട. എന്നെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുതലാളിയല്ല. മുതലാളി കഴിഞ്ഞ ദിവസം തന്നെ ടിവിയിൽ പറയണ്ടായിരുന്നു, ഞങ്ങളാണ് PV ശ്രീനിജനെ MLA ആക്കിയത്. വളരെ സന്തോഷം. ഇനിയും ഉണ്ടാകണം കേട്ടോ, ഇനിയും ഉണ്ടാകണം. നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പൊ നിങ്ങൾ വന്നല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ
ചിത്രപ്പുഴ പോഞ്ഞാശ്ശേരി റോഡ്. ആ ചിത്രപ്പുഴ പോഞ്ഞാശ്ശേരി റോഡിലൂടെ നമ്മൾ കടന്നു വന്നില്ല. ഇപ്പോ നിങ്ങൾക്കറിയാം, മറ്റ് മണ്ഡലങ്ങൾ ഈ ജാഥ കടന്നു പോകുമ്പോൾ ജാഥയുടെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും എങ്ങനെയാണ് മണ്ഡലത്തിലെ PWD റോഡുകൾ നിങ്ങൾക്കറിയാം. മണ്ഡലത്തിൽ ആകെയുള്ള റോഡ് മോശമായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ചിത്രപ്പുഴ പോഞ്ഞാശ്ശേരി റോഡിന്റെ ഈ മുതലാളിയുടെ വീടിന്റെ മുന്നിലുള്ള ഭാഗം മാത്രമാണ് മോശമായി കിടക്കുന്നത്. അതിന് മുതലാളി എന്താ ചെയ്തത്? കിഴക്കമ്പലം പഞ്ചായത്തിന് കിട്ടിയ വീടുകൾ മുതലാളി ഒരു പേരിട്ടു, ഗോഡ്സ് വില്ല. നല്ല കാര്യം, ഞാനതില് ആ വീട് കിട്ടിയ ആളുകളെന്ന് ഞാൻ കുറ്റം പറയുന്നത്. പക്ഷെ ഗവൺമെന്റ് അനുവദിച്ച വീടുകൾ സൂത്രത്തിൽ ചില എട്ടുകാലി മമ്മൂഞ്ഞമാര് പോലെ മുതലാളി അത് ഏറ്റെടുത്തു. ഇപ്പൊ ആ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് വന്നിരുന്നു. മുതലാളി എന്താ ചെയ്തത്? സർക്കാർ അനുവദിച്ച സ്ഥലം യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അളന്ന് തിട്ടപ്പെടുത്തി വീട് പണിതു കൊടുത്തു. പഞ്ചായത്ത് വീട് പണിതു കൊടുത്തു ലൈഫിൽ. അത് കഴിഞ്ഞപ്പോ ഇപ്പോഴാണ് ആളുകൾക്ക് അതിന്റെ അപകടം മനസ്സിലായത്. ആ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിന് ബാങ്കിൽ ചെന്ന് പണയം വെക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ആധാരത്തിലുള്ള അളവുകൾ വ്യത്യാസമുണ്ട്. ഏതെങ്കിലും ബാങ്ക് ലോൺ കൊടുക്കുന്നു. ഇപ്പൊ നമ്മളെടുത്ത് വന്നു, നമ്മൾ മീറ്റിംഗ് വിളിച്ചു, ഗോഡ്സ് വില്ലയിൽ തന്നെ മീറ്റിംഗ് വിളിച്ചു. ഇപ്പൊ നിലവിലുള്ള മുഴുവൻ സാങ്കേതിക പ്രശ്നങ്ങളും മാറ്റി പുതിയ പട്ടയം കൊടുക്കാനാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഈ LDF സർക്കാർ ജനങ്ങളുടെ കൂടെയാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും, പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ന് സ്ത്രീകൾക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഭാഗമായിട്ട് 1000 രൂപ നമ്മൾ അനുവദിക്കാൻ കഴിഞ്ഞില്ലേ? അംഗൻവാടി വർക്കേഴ്സ്, ഹരിതകർമ്മസേന, അസുഖമായി ബാധിച്ചു കിടക്കുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ചികിത്സാ നിധിയിൽ നിന്നുള്ള തുക, അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ മാത്രം 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് നിങ്ങൾ തന്ന പിന്തുണയാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന 2020 കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ കോൺഗ്രസിന്റെ കൂടെയോ 2020 കൂടെയല്ല, മറിച്ച് നിങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു ആവശ്യം വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം. നിങ്ങൾ പറയുന്ന ന്യായമായ കാര്യങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ തന്ന വികസന ജാഥയ്ക്ക് നിങ്ങൾ തന്ന സ്നേഹത്തിനും സ്വീകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി JV ആന്റണി, 87 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി PK സന്തോഷ്, 88 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ബിനീഷ്, 85 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ബിജു സ്റ്റീഫൻ, 92 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ജെയ്സൺ മറിയ, 90 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി PS സലീൽകുമാർ, 83 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി അനീഷ് പോൾ, 84 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ബിജു ഗോപാലകൃഷ്ണൻ, 80 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി P രാജൻ, 93 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ജഗീഷ് സുരേഷ്, 95 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി PK രാജൻ, 74 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി CN പൂർണ്ണ, 82 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി KV മനോജ്. രക്ഷാസംഘ യൂണിറ്റ് CPI കിഴക്കപ്പുഴ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് PD വഴി, VKMന് വേണ്ടി സഖാവ് JP, കിസാൻ സഭയ്ക്ക് വേണ്ടി സഖാവ് തോമസ് മാസ്റ്റർ, ദേവൈക്യത്തിന് വേണ്ടി സഖാവ് റോബിൻ മാത്യു, NCP പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ജോസ് കെ മാണി, ജോളിക്കെ മാണി കൊടുത്തു. കർഷകത്തിന് വേണ്ടി ജോൺ പോൾ, മഹിളാ അസോസിയേഷനോട് മഞ്ജു ജേക്കൻ, കർഷക തൊഴിലാളി യൂണിയന് വേണ്ടി അഗസ്റ്റിൻ ആന്റണി, കർഷക തൊഴിലാളി പഴങ്ങനാട് യൂണിറ്റിന് വേണ്ടി TE യോബ്, കർഷക സംഘം പഴങ്ങനാട് യൂണിറ്റിന് വേണ്ടി ഉത്സവം
മഹിളാ പഴങ്ങളാണ് യൂണിറ്റിന് വേണ്ടി ഷെറിൻ ഷിജു, ആന്റിസാൻസി വില്ലേജ് കമ്മിറ്റിക്ക് വേണ്ടി രാജപ്പൻ, CIQവിന് വേണ്ടി സഖാവ് TM. CPMന്റെ കോലഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ജിൻസിന്റെ മകള് ഇതാ MG യൂണിവേഴ്സിറ്റിയിൽ PG സ്റ്റുഡൻ്റാണ്. PG സ്റ്റുഡൻ്റ് ആയിരിക്കെ തന്നെ നെറ്റ് എഴുതി മികച്ച വിജയം നേടി നെറ്റ് പാസ്സായി. ഹിദാട്ടിയെ അതിൻ്റെ പേരിൽ ഈ ജാഥയുടെ ഇടയിൽ വെച്ച് ജാഥാ ക്യാപ്റ്റൻ നമ്മുടെ MLA ശ്രീനിജില്ല എന്നാൽ ഹിത വരുമ്പോൾ ഹിത വാഗ്ദാനങ്ങളൊന്നൊന്നായി നിറവേറ്റിയ ചാരിതാർത്ഥ്യത്തോടെ നിങ്ങൾ നൽകിയ സ്നേഹത്തോടെ നിങ്ങൾ നൽകിയ കരുത്തോടെ കുന്നത്തുനാടിന്റെ പ്രിയങ്കരനായ MLA, കുന്നത്തുനാടിന്റെ ജനകീയനായ MLA ശ്രീനിജൻ ഈ വാഹനത്തിന്റെ ചുറ്റുപിന്നിലായി വണ്ടിത്താരയിലൂടെ കടന്നു വരികയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിന്റെ പാന്താവിലേക്ക് കൈവിട്ടുയർത്തിയ കുന്നത്തുനാടിന്റെ ജനകീയനായ MLA, കുന്നത്തുനാടിന്റെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി ഒട്ടനവധി ഇരുചക്ര വാഹനങ്ങളുടെ സഖാക്കളുടെ സുഹൃത്തുക്കളുടെ എല്ലാ മഹാകടിയോടുകൂടി കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം കുന്നത്തുനാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റിയ ചാരിതാർത്ഥ്യത്തോടെ നിങ്ങൾ നൽകിയ സ്നേഹത്തല, നിങ്ങൾ നൽകിയ കരുത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കുന്നത്തുനാടിന്റെ കരുത്തനായ കുന്നത്തുനാടിന്റെ പ്രിയങ്കരനായ ജനകീയനായ MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ കടന്നു വരികയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം 2000 കോടി രൂപയിലധികം പദ്ധതികൾ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഓരോ വിളച്ചെടികളെയും പുൽനാമ്പുകളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കുന്നത്തുനാടിന്റെ വികസനത്തിന്റെ മാന്താവിലേക്ക് കൈപിടിച്ചുയർത്തിയ കുന്നത്തുനാടിന്റെ പ്രിയങ്കരനായ ജനകീയനായ MLA അഡ്വക്കേറ്റ് സ്നേഹവുമായി കുന്നത്തുനാടിന്റെ പ്രിയപുത്രൻ കുന്നത്തുനാടിന്റെ ജനകീയനായ MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നിലായി വഴിത്താരയിലൂടെ കടന്നു ഭ്രമണപഥത്തിലെത്താതെ തിരിച്ച് താഴേക്ക് വീഴുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് നമ്മൾ ഇത്ര കുതിച്ചുകയറ്റം നടത്തിയെങ്കിൽ അതിന്റെ പ്രധാന പങ്ക് ഞങ്ങളുടെ രാജ്യത്തേക്ക് വരും. നിങ്ങൾക്ക് ക്രയോജനിക് എന്ന സാങ്കേതിക വിദ്യ ഞാൻ തരാം. നിങ്ങൾ ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് റോക്കറ്റുകൾ ഉണ്ടാക്കും. നിങ്ങളുടെ ഉപഗ്രഹങ്ങൾ ആ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ മറ്റൊരു ലക്ഷ്യമിച്ചുകൊണ്ട് അവരുടെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം അവർക്ക് വേണ്ടി നമുക്കറിയാലോ. അഞ്ചാം തീയതി ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അമ്പലമേട് വെച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ദിനേശൻ നിർവഹിച്ച് കഴിഞ്ഞ 2 ദിവസം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മൾ ഈ 5 വർഷക്കാലം കേരളത്തിലെ ഗവൺമെന്റ് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എന്ത് വികസന പ്രവർത്തനങ്ങൾക്കാണ് സഹായം ചെയ്തിരിക്കുന്നത്, എത്രത്തോളം തുക അതിന് അനുവദിച്ചിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സജീവമായിട്ട് ചർച്ച ചെയ്ത് വരുന്നത്. 2021 മുമ്പ് നമ്മുടെ മണ്ഡലം എങ്ങനെയായിരുന്നു? മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ, റോഡിന്റെ പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ,
ഭവനരഹിതരായിട്ടുള്ള ആളുകൾ, പട്ടയമില്ലാത്ത ആളുകൾ, ചികിത്സാ സഹായം ലഭിക്കാത്ത ആളുകൾ, BPL കാർഡുള്ളവരുടെ എണ്ണം അങ്ങനെ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ 2021 മുമ്പും 2021 ശേഷവും രണ്ട് കാലഘട്ടവും നമ്മളാണ് എന്താണ് വികസനം എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ. അവർ 2021 മുമ്പ് ഭവനരഹിതരായിട്ടുള്ള 1500ഓളം ആളുകൾ, അപേക്ഷകൾ നമ്മുടെ മണ്ഡലത്തിലുണ്ടായിരുന്നു. അന്നത്തെ MLA ഏതെങ്കിലും തരത്തിൽ ഇതിനെ മുൻകൈ എടുത്തുകൊണ്ട് ഭവനരഹിതരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. അന്നത്തെ കണക്കും ഇന്ന് 2021 ശേഷം 1350, അതായത് ഞാൻ MLA ആയിട്ട് വരുമ്പോൾ 1500 അപേക്ഷകളാണ് പെൻഡിംഗ് ഉണ്ടായിരുന്നത്. 1350 ഭവനങ്ങൾ നമ്മൾ പുതുതായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു. SC/ST വിഭാഗത്തിൽപ്പെടുന്ന 541 ആളുകൾക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു ജനകീയ സർക്കാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി ജനപ്രതിനിധികൾ കാര്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ MLA എന്താ പറയുന്നത്? മുൻ MLA VP സജീന്ദ്രൻ പറയുന്നത് ഒന്നാം പിണറായി ഘട്ടത്തിൽ കുന്നത്താട് നിയോജക മണ്ഡലത്തിന് ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം, ബാക്കിയൊന്നും ഞാൻ പറയുന്നു. ഉദ്യോഗസ്ഥർ അവതാളത്തിലായി, എന്നിട്ടും നമ്മൾ നിലപാടെടുത്തില്ലേ? 8 കുടുംബങ്ങളാണ്. ആ 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ കഴിയില്ല എന്ന് ശക്തമായിട്ട് നിലപാടെടുത്തു. നമ്മൾ നിയമലംഘനമല്ല, നിയമത്തിലുള്ള പഴുതുകൾ നമ്മൾ കണ്ടെത്തി. വെറുതെയാണ് നിങ്ങൾ ഒരു LLB LLM കാരനായ MLA ആയിട്ട് തിരഞ്ഞെടുത്തത്. നിയമത്തിന്റെ പഴുതുകൾ നമ്മൾ മനസ്സിലാക്കി, ആ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായിട്ട് തന്നെയാണ് തടഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഈ 8 കുടുംബങ്ങൾ ഇന്ന് തെരുവിൽ കിടക്കേണ്ട സ്ഥിതി വരില്ലായിരുന്നു. നമ്മൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ, ഹൃദയപക്ഷം ഭരിക്കുമ്പോൾ 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കലും നമ്മൾ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് ഇന്നും അവര് അവിടെ താമസിക്കുന്നത്. കേസുകളൊക്കെ ഉണ്ടായി. കേസുകളൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് ജനകീയ ഇപ്പോ കുന്നത്താട് പഞ്ചായത്തിൽ പാങ്കോട് ഒരു ദിവസം അവിടുത്തെ ആളുകളെ വിളിച്ച് പറയുക, MLA ഞങ്ങളുടെ നാട്ടിൽ ഒരു വീട്ടിൽ 100 തെരുവ് നായ്ക്കൾ താമസിച്ചു. ഞാൻ സ്ഥലത്തെത്തി, നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അത്രത്തോളം മോശമായിട്ടുള്ള സ്മെല്ല്, ഭക്ഷണം കിട്ടാതെ പട്ടികൾ കുരയ്ക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എന്നെ ചില ആളുകൾ വിമർശിക്കുന്നുണ്ട് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പട്ടികളെ തെരുവിലിറക്കി. ഞാൻ 2 തെരുവ് നായ്ക്കളെ എടുത്തു വളർത്തുന്ന ഒരാളാണ്. അതിന്റെ പേര് ലില്ലിക്കുട്ടി, മറ്റേത് പോയിട്ട്. ഒരെണ്ണം ഹൈക്കോടതിയിൽ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ഭാര്യ എടുത്തുകൊണ്ട് പറഞ്ഞു. ഒരെണ്ണം ഞാൻ കടക്കമ്പലത്തെ ഗീതുവിന്റെ വീടിൻ്റെ അവിടെ പ്രസവിച്ച് കിടന്നു. ഇത് 2ഉം സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. അപ്പൊ തെരുവ് നായ്ക്കളെ എങ്ങനെയാണ് സംരക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോ വലിയ കോലാഹലം, ലോകത്തുള്ള മൃഗസ്നേഹികൾ മുഴുവൻ വിമർശനം. ഞാൻ എന്തോ വലിയ കുഴപ്പക്കാരനാണ് പട്ടികളെ തെരുവിലേക്ക് ഇറക്കുന്നത്. നമ്മൾ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണം, പക്ഷേ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ സ്വൈരവിഹാരം ജീവിതം നശിപ്പിക്കരുത്. നിലപാടെടുത്തു. ADM-നെ വിളിച്ചു. ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ അവിടെ ഒരു മുതലാളി ആ വർക്ക് മനഃപൂർവ്വം ചിത്രപ്പുഴ പൂനാശ്ശേരി റോഡിലെ ഒരു റീച്ച് വരുന്ന ഭാഗം മനഃപൂർവ്വം നടന്നിട്ടിരിക്കുകയാണ്. 2021 കൊടുത്ത വർക്കാണത്. 2021 കൊടുത്ത വർക്ക് 6 വർഷം എടുത്താലും ഞങ്ങൾ ചെയ്യില്ല. അതിന് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ? കിഴക്കമ്പലം നെല്ലാട് റോഡ് MLA പൂർത്തീകരിച്ചു. എല്ലാ തടസ്സങ്ങളും ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ ഒരു വർക്ക് സമയബന്ധിതമായിട്ട് 52 മീറ്റിങ്ങുകൾ വിളിച്ച് ആ വർക്ക് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. MLA-യുടെയും LDF സർക്കാരിന്റെയും ഗ്രാഫ് ഉയർന്നു. മണ്ണൂർ പൂഞ്ഞാശ്ശേരി റോഡ് ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചാണ്. അത്രത്തോളം മോശം കിടന്ന റോഡാണ്.
ആ വർക്ക് പരിഹരിച്ചു, ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. ചൂണ്ടി രാമമംഗലം റോഡ് 12 വർഷത്തിലേറെയായിട്ട് നടക്കാത്ത റോഡാണ്. ആളുകളും മടുത്ത് തുറന്നു കൊടുത്തു. കോരങ്കടവ് പാലം 12 വർഷം ഒന്നും ചെയ്തില്ല, അതും പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുത്തു. അപ്പോൾ MLAയുടെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നത് മുതലാളിക്ക് ഹാലെടുക്കാൻ വേറെ എന്തെങ്കിലും വേണം. മുതലാളി തീരുമാനിച്ച് എൻ്റെ ബിനാമി കോൺട്രാക്ടർ കൊണ്ട് ഞാൻ എടുപ്പിച്ച ഈ വർക്ക് ഒരിക്കലും ഞാൻ നടത്താൻ സമ്മതിക്കില്ല. എന്താ ചെയ്തയാള്? 6 തവണ നീട്ടിക്കൊടുത്തു. 7ാം തവണയിൽ വീണ്ടും വന്നു നീട്ടിത്തരാൻ, നടക്കില്ലെന്ന് പറഞ്ഞു. റിസ്ക് ആൻഡ് കോസ്റ്റിൽ അയാൾ ഒഴിവാക്കി. ആരെ? ഈ വിജയ് കൺസ്ട്രക്ഷൻ. ആരാ വിജയ് കൺസ്ട്രക്ഷൻ? കിഴക്കമ്പലം പഞ്ചായത്ത് അടക്കം 2020 ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലെ 100% വർക്കുകൾ ഇയാൾ മാത്രം, വേറെ കോൺട്രാക്ടറൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു കോൺട്രാക്ടർ, ആ കോൺട്രാക്ടർ 7ാം തവണയും വന്നപ്പോൾ ഈ വർക്കിൽ നിന്ന് നമ്മളെ അയാൾ ഒഴിവാക്കി. അയാൾ കോടതിയിൽ പോയി. നമ്മൾ പുതിയ കോൺട്രാക്ടർക്ക് വർക്ക് കൊടുത്തു, അയാൾ വർക്ക് ചെയ്യാൻ വന്നപ്പോൾ വീണ്ടും കോടതിയിൽ പോയി. അങ്ങനെ നിരന്തരമായിട്ട് കോടതി മുഖേന ആ വർക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ അടുത്ത ദിവസം തന്നെ വീണ്ടും കേസ് വരും. നിയമപരമായിട്ട് നമ്മൾ അതിനെ മറികടന്നുകൊണ്ട് ആ വർക്ക് കൂടി പൂർത്തീകരിച്ചാൽ കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും BMBC നിലവാരത്തിലാവും. ഏകദേശം 300 കോടി രൂപയുടെ വർക്കുകളാണ്, PWD വർക്കുകൾ മാത്രം നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരായ ആളുകൾ ഒരു നേരത്തെ കുടിവെള്ളം കിട്ടാതെ എത്രയോ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നു. നമ്മൾ LDF 2021 മത്സരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും. 426 കോടി രൂപയാണ് 8 പഞ്ചായത്തുകൾ നമ്മൾ അനുവദിച്ചത്. ഇതൊക്കെ ജനങ്ങൾ അറിയണം. ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇല്ല. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആളുകൾ ചോദിക്കും, ചായക്കടയിൽ ഇരുന്ന് ചോദിക്കും, കുടുംബശ്രീയിൽ ചെല്ലുമ്പോൾ ചോദിക്കും, കുടുംബശ്രീയിൽ എത്ര കോടി രൂപ ഈ പ്രാവശ്യം സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ? ഏകദേശം 300 കോടി രൂപ കുടുംബശ്രീക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. ഞാനൊരു ദിവസം, ഇപ്പൊ ഞാൻ ഈ നിയമസഭയിലെ എന്റെ അറ്റൻഡൻസ് 90% കൂടുതലുണ്ട്. നിങ്ങൾ നൽകുന്ന അപേക്ഷകളാണ്. ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഓണാഘോഷത്തിന് ഈ ബഡ് സ്കൂളുണ്ട്, സുഖമില്ലാത്ത കുട്ടികളുടെ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മക്കളെ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ, കാരണം മക്കളറിയാലോ അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അവരിൽ ഒരു പരാതി എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ഏതെങ്കിലും ഒരാൾ ഈ കുട്ടികളുടെ കൂടെ ഇരിക്കണം, ഞങ്ങൾ ഈ കുട്ടികൾ ബഡ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയിരിക്കണം, ഞങ്ങളുടെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത്, സാർ അതിനൊരു പ്രതിവിധി കണ്ടെത്തണം. ഞാനൊരു കാര്യം പറഞ്ഞു, നിയമസഭയിൽ ഇത് ഞാൻ ഉന്നയിക്കാം. അങ്ങനെ അടുത്ത വരുന്ന നിയമസഭയിൽ ഞാനത് ഉന്നയിച്ചു, സബ്മിഷനായിട്ട് ഉന്നയിച്ചു. എന്താ ഉന്നയിച്ചത്? നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വരുന്ന കുട്ടികളുടെ ബഡ് സ്കൂളിലുള്ള ഈ ഇത്തരം മക്കളുടെ മാതാപിതാക്കൾക്ക് LSTD വകുപ്പിൽ താൽക്കാലിക ജീവനക്കാർക്ക് ഈ മക്കളുടെ മാതാപിതാക്കൾക്ക് താൽക്കാലികമായിട്ട് സംവരണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു. കാരണം ജോലി കിട്ടുമ്പോൾ ഇവരുടെ മാതാപിതാക്കൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഗുണമാണത്. മന്ത്രി വളരെ അനുഭാവപൂർവ്വം അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ ഓർഡർ വന്നു. ബഡ് സ്കൂളുകളിലെ ആയമാരെ വെക്കുമ്പോൾ, ഹെൽപ്പേഴ്സിനെ വെക്കുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് മുൻഗണന കൊടുക്കണമെന്ന് ഓർഡറായിട്ട് വന്നു. ആയിരക്കണക്കിന് വരുന്ന മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസമായി. അവർ പിന്നീട് കണ്ടപ്പോൾ വലിയ സന്തോഷം. കാരണം സർക്കാർ അവരുടെ കൂടെയുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. ബഡ് സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾക്ക് 100 കോടി രൂപയിലധികം സർക്കാർ മാറ്റിയും വെച്ചിട്ടുണ്ട് വിവിധ പദ്ധതികൾ. അതാണ് നമ്മുടെ ഇടപെടലുകൾ. നമ്മൾ വിചാരിക്കും ചെറിയ കാര്യമാണ്, നമുക്ക് കിട്ടുന്ന അപേക്ഷകൾ ചിലപ്പോൾ ഒരുപക്ഷെ അവരെ മാത്രം ബാധിക്കുന്ന വിഷയമായിരിക്കും. പക്ഷേ അവർക്ക് തോന്നണം, ഇദ്ദേഹത്തിനെ പോയി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നേതാവിനെ പോയി കണ്ടു കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. വ്യക്തിപരമായിട്ട് പല ആളുകളും എൻ്റെ അടുത്ത് സമീപിക്കാറുണ്ട്. പക്ഷെ അതിലപ്പുറം ഒരു നാടിനെ ഒന്നായി ബാധിക്കുന്ന വിഷയങ്ങളിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ കൂടെ നിന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം സർക്കാർ അതിന് കൃത്യമായിട്ട് നമുക്ക് ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. കൃഷിഭവൻ ഏകദേശം 50 കോടി രൂപയാണ്
കൃഷി വകുപ്പ് മാത്രം നമ്മുടെ ഈ മണ്ഡലത്തിൽ വന്നിരിക്കുന്നത്. സ്മാർട്ട് കൃഷിഭവൻ ജില്ലയിൽ തന്നെ ഒരെണ്ണം അനുവദിച്ചുള്ളത് അത് നമുക്കാണ്. അങ്ങനെ ഓരോന്നും ഞാനിങ്ങനെ എണ്ണി പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, അതിൻ്റെ ഒരു ലിസ്റ്റ് കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്. പഞ്ചായത്ത് റോഡുകൾ, ഗ്രാമീണ റോഡുകൾ 8 കോടി രൂപയാണ് അനുവദിച്ചത്. KSEB 100 കോടി രൂപ, വ്യവസായ വികസനത്തിന് വേണ്ടി 100 കോടി രൂപ, ഇൻഫോ പാർക്കിന്റെ 3ാം ഘട്ടം 300 ഏക്കറിലെ പുതിയ സംരംഭം വരാൻ പോവുകയാണ്. അതുകൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിയോജകമണ്ഡലത്തിന്റെ മുഖം മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളം വികസനത്തിന്റെ കുതിപ്പിലേക്ക് പോകുമ്പോൾ അതോടൊപ്പം നമ്മുടെ നിയോജകമണ്ഡലം ആ കുതിപ്പിനോടൊപ്പം പോകണമെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഒരു MLA ഇവിടെ നിന്ന് ഉണ്ടാകേണ്ട ആവശ്യമാണ്. വികസന മുന്നേറ്റ യാത്രയിൽ നമ്മൾ പറയേണ്ടത്. ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ അടുക്കുവാൻ പോവുകയാണ്. നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി സിറ്റി ജോണി, രമണി ഗോപി, സുലോചന, TP ജോണി, PK ഇബ്രാഹിം, സലാഹുദ്ദീൻ മുഹമ്മദ്, ബാലസംഘത്തിന് വേണ്ടി മുഹമ്മദ് യാസിൻ, ബൂത്ത് നമ്പർ 78 K മഹേഷ്, ചുമട്ടുതൊഴിലാളികളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി സെക്രട്ടറി സഹ PK നസീർ. ബൂത്ത് നമ്പർ 78 സർ K രവീന്ദ്രൻ, സർ PG സജീവ്, K മനോജ്, ലിബിക്ക് വേണ്ടി ജോബി ജോസഫ്, ബാലസംഘത്തിന് ശ്വേത മഹേഷ്, എൺപത്തിയൊന്ന് PD ദേവസി, ബാബു തോമസ്, PKS വേണ്ടി ബീന, ലിബിക്ക് രാജേഷ്, CPയുടെ കിഴക്കമ്പലം ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് മനോജ്, മഹിളയ്ക്ക് വേണ്ടി മിനി KS, കിസാനിന് വേണ്ടി അഫ്സത്ത് അലിയ, BKMന് വേണ്ടി ബിജു, AITCക്ക് വേണ്ടി സഖാവ് അലി. MLA സ്വീകരിക്കാം. എല്ലാ മകമ്പടിയോടുകൂടി കുന്നത്തുനാടിന്റെ പ്രിയങ്കരായ MLA, കുന്നത്തുനാടിന്റെ ജനകീയനായ MLA ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 2000 കോടി രൂപയിലധികം ക്ഷേമ പദ്ധതികളായി വികസന എല്ലാ മകമ്പടിയോടുകൂടി കുന്നത്തുനാടിന്റെ പ്രിയങ്കരായ MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ നയിക്കുന്ന പ്രചരണ ജാഥ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി വലുത്താരയിലൂടെ കടന്നു വരികയാണ്.
തുടർന്ന് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാ മാസവും 1000 രൂപ. നമ്മുടെ നാടാകെ മാറുകയല്ലേ? അത് മാത്രമാണോ? വർഗീയ കലാപമില്ലാത്ത എന്താ ഇവിടെ വർഗീയവാദികളും കലാപകാരികളും ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, ഒരു കലാപവും നമ്മുടെ നാട്ടിലൂടെ കേരളം ഇങ്ങനെ നിൽക്കണമോ? വർഗീയ കലാപങ്ങളില്ലാത്ത, പവർ കട്ടില്ലാത്ത, വ്യവസായ രംഗത്ത് പുരോഗതികളില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള വികസന മുന്നേറ്റ യാത്രയുടെ